ഹരി ഇക്കിളിൽ നിർത്തിയതും റോഷനി നേരിലേക്ക് ചെയ്തപ്പോഴേ അവന്റെ തോളിലേക്ക് ചാഞ്ഞു. ചിരിച്ച് ചിരിച്ച് കണ്ണിൽ നിന്ന് വെള്ളം വരികയെന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു ചിരി. ഹരി എന്തോ പറയാൻ തുടങ്ങിയതും റോഷനി പെട്ടെന്ന് ഞെട്ടിക്കൊണ്ട് അവന്റെ മടിയിൽ നിന്ന് ചാടിയിറങ്ങി. എന്തോ പറയാൻ തുടങ്ങിയ ഹരി അവളെ ഞെട്ടിക്കൊണ്ട് നോക്കി. സോപ്പിടാനൊന്നും നോക്കണ്ട, ഞാനങ്ങനെ വേഗം വീഴുന്ന കൂട്ടത്തിലല്ല. ഹരി തുറച്ചു നോക്കി പറയുന്നതിനൊപ്പം മുന്താണിയെടുത്ത് ഇടുപ്പിലായി കുത്തി. ഹരി വാ പൊളിച്ചുകൊണ്ട് അവളെ നോക്കി. ഇത്ര നേരം അവളുടെ പിണക്കം മാറിയല്ലേ എന്നൊരു ആശ്വാസത്തിലായിരുന്നു. പക്ഷെ പെണ്ണ് വീണ്ടും പഴയ പല്ലവി തന്നെ. നീ അങ്ങനെ വേഗം വീഴുന്ന കൂട്ടത്തിലല്ലെന്ന് എനിക്കറിയാലോ. ഹരി ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന്റെ ഒപ്പം പൊട്ടി വന്ന ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. ആ പറഞ്ഞതിൽ ഒരു ആക്കലില്ലേ? ഉണ്ടുണ്ട്, ആക്കലുണ്ട്. അത് മനസ്സിലായതുപോലെ റോഷ്നി അവനെ മൊത്തത്തിലൊന്ന് നോക്കി ചുണ്ടുകൊട്ടി. ഇഷ്ടം എന്ന് പറയുന്ന സാധനം ആരോടെങ്കിലും തോന്നിയാൽ അത് ഒളിപ്പിച്ചു വെച്ച് പറയാനുള്ള ധൈര്യം വേണം. ഞാൻ കാണിച്ചാലോ ആ ധൈര്യം? എന്നിട്ട് നീ കാണിച്ചോ? ഇല്ലല്ലോ. ഹരി ഒന്നും മിണ്ടിയില്ല. അവളുടെ മുഖത്തേക്ക് നോക്കി പാവം പോലെ നിന്നു. ഞാൻ എത്ര ടെൻഷൻ അടിച്ചെന്നറിയോ? ഞാൻ എത്ര കരഞ്ഞെന്നറിയോ? എന്റെ മുഖത്ത് നോക്കി എന്നെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ലെന്ന് പറഞ്ഞില്ലേ? ഇല്ലേ? പറഞ്ഞില്ലേ? ഒന്നും മിണ്ടാതെ മുഖം താഴ്ത്തി കേശുണ്ട് പിളർത്തി നിൽക്കുന്നവനെ നോക്കി ഇത്തിരി കടുപ്പത്തിൽ ചോദിച്ചതും അവൻ തല കുലുക്കി. അങ്ങനെ പറയാൻ പറ്റോ? ഇഷ്ടമുള്ള ഒരാളുടെ മുഖത്ത് നോക്കി, അല്ലെങ്കിൽ ഇഷ്ടമാണെന്ന് പറഞ്ഞ ആളുടെ മുഖത്ത് നോക്കി അങ്ങനെ പറയാൻ പറ്റോ? പറ്റോന്ന്? ഇല്ല. ഹരി പറയുമ്പോൾ റോഷ്നി അവന്റെ അടുത്തേക്ക് നടന്നു. ഇത്തി ഇറങ്ങിക്കിടന്ന സാരി തട്ടിത്തളഞ്ഞ് വീഴാൻ പോയതും ഹരി വേഗം മുന്നോട്ട് വന്ന് അവളെ താങ്ങി പിടിച്ചു. ഈ പണ്ടാരം ആരാവോ ഇതൊക്കെ കണ്ടുപിടിച്ചത്? മാറി നിൽക്ക്, ഇതൊന്ന് അഴിക്കട്ടെ. അവളെ പിടിച്ച് ഹരി തള്ളി മാറ്റിക്കൊണ്ട് പറയലും സാരി അഴിച്ച നിരത്തേക്കിടലും കഴിഞ്ഞിരുന്നു. ഹരി ദീർഘമായെന്ന് ശ്വാസം എടുത്ത് വിട്ടതിന് ശേഷം വീട്ടിലേക്ക് മലർന്നു കിടന്നു. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. റോഷ്നി നിന്നെടുത്തെന്ന് പറഞ്ഞതും ഹരി ചെരിഞ്ഞു കിടന്ന് ബെഡിൽ കൈകുത്തി അതിലേക്ക് തലവെച്ച് അവളെ നോക്കി. എന്തിനാ എന്നെ ഇഷ്ടമില്ലെന്ന് പറഞ്ഞത്? ഇഷ്ടമില്ലെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ കണ്ടിട്ടില്ലെന്നേ ഞാൻ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ ഇഷ്ടമില്ലെന്ന് തന്നെയാണ്. പറയുന്നതിനൊപ്പം അവൾ ബെഡിലായി വന്നിടും. ഹരി റോഷ്നെ മൊത്തത്തിലൊന്ന് നോക്കിയ ശേഷം ഒന്ന് ചിരിച്ചു. ഒരു നാണവും മാനവും ഇല്ലാത്തൊരു പെണ്ണ്. ഇങ്ങനെ ഒന്നിനെ മാത്രമേ അവൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ളൂ. പോയി ഡ്രസ്സ് മാറി വരാൻ പറഞ്ഞാൽ ഉള്ളതും കൂടെ അഴിച്ചു കളയുമോ എന്നൊരു പേടിയിൽ അവൻ മിണ്ടാതെ കിടന്നു. മറുപടി ഒന്നും കേൾക്കാനില്ലെന്ന് കണ്ടതും പൊരിയും പൊക്കിക്കൊണ്ട് റോഷ്നി ചോദ്യഭാവത്തിൽ അവനെ ഒന്ന് നോക്കി. അവളെ നോക്കി കിടക്കുന്നവനെ കണ്ടതും അവളുടെ കണ്ണുകളിൽ കോർത്തു. ഇതുവരെയും അവൻ നോക്കാത്ത പോലെ ഒരു നോട്ടം. റോഷ്നി ഒരു പതർച്ചയുടെ നോട്ടം മാറ്റി ഹരി പൊട്ടിച്ചിരിച്ചുകൊണ്ട് ബെഡിലേക്ക് കമിഴ്ന്ന് കിടന്നു. റോഷ്നി അവന്റെ പുറകിൽ അമർത്തി ഒരടി കൊടുത്തു. ഹൗ! വേദനിച്ചതുപോലെ ഹരി കിടന്നെടുത്ത് കിടന്ന് ഞരങ്ങിയതും റോഷ്നി അവന്റെ അടുത്തേക്ക് കിടന്നു. അപ്പോഴും അവന്റെ ചുണ്ടിൽ മനോഹരമായ ഒരു ചിരിയുണ്ടായിരുന്നു. എങ്ങനെ ചിരിക്കാതെ ഹരിക്കുട്ടാ? അവന്റെ അടുത്ത് അവന്റെ മുഖത്തോട് മുഖം അടുപ്പിച്ചുകൊണ്ട് റോഷ്നി ഒത്തിരി സ്നേഹത്തോടെ പറഞ്ഞു. ഹരി അങ്ങനെ കമിഴ്ന്ന് കിടന്നുകൊണ്ട് തന്നെ വലത്തെ കൈ നീട്ടി അവളെ അവന്റെ അടുത്തേക്ക് ചേർത്ത് കിടത്തി. നഗ്നമായ റോഷ്നിയുടെ ഇടുപ്പിൽ അവന്റെ കൈ അമർന്നു. എന്താ ചിരിച്ചാൽ? കമിഴ്ന്ന് കിടന്ന് ഇടത്തെ കവിൾ ബെഡിൽ അമർത്തി അവളുടെ മുഖത്തിന് നേരെ മുഖം ചേരിച്ചുകൊണ്ടൊരു ചോദ്യം. ചിരിച്ചാൽ എനിക്ക് കടിച്ച് തിന്നാൻ തോന്നും. നല്ല ഭംഗിയുള്ള ചിരിയാ. റോഷ്നി അവന്റെ ചുണ്ടിലേക്ക് നോക്കി പറയുമ്പോൾ ഹരി ഒന്നുകൂടെ മുഖം അവളുടെ മുഖത്തിന് നേരെ അടുപ്പിച്ചു. ഒരു ചുമ്മനം കുതിച്ചുകൊണ്ട് റോഷ്നി കണ്ണുകൾ അടച്ചു. ഹരിയുടെ നിശ്വാസം അവളുടെ ചുണ്ടിൽ തട്ടി. കിസ്സൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് മതി, ഇതൊക്കെ മോശമല്ലേ? അവൾ അടഞ്ഞുപോയ കണ്ണുകളും അല്പം വിടർന്ന ചുണ്ടുകളും അവളുടെ മുഖത്തെ ഭാവം നോക്കി ഹരി പറഞ്ഞുകൊണ്ട് കേശുണ്ട് കടിച്ചു. റോഷ്നി കണ്ണുകൾ തുറന്ന് അവനെ തുറച്ചു നോക്കി. ഇടുപ്പിലിരിക്കുന്ന അവന്റെ കൈ തട്ടി മാറ്റി ഒരൊറ്റ എഴുന്നേൽക്കലായിരുന്നു. എന്നാൽ അതിന് സമ്മതിക്കാതെ എഴുന്നേറ്റ അതേ സ്പീഡിൽ അവൾ ബെഡിലേക്ക് തന്നെ മലർന്നടിച്ചു വീണു. ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഞാൻ പറഞ്ഞാൽ പിണങ്ങി പോവാണോ ചെയ്യാ? അവളുടെ മുകളിൽ കിടന്ന അപ്പുറവും ഇപ്പുറവും കൈ കുത്തിക്കൊണ്ട് അവൻ പറയുമ്പോൾ റോഷ്നി അവനിൽ നിന്ന് മുഖം തിരിച്ചുകൊണ്ട് കിടന്നു. കുഞ്ഞിപ്പെണ്ണ് പിണങ്ങിയോ? അവളുടെ മൂക്കിൽ അവന്റെ മൂക്ക് മുട്ടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. റോഷ്നിയുടെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു. പിണങ്ങാനും ഇണങ്ങാനും അവൾക്ക് ഏറ്റവും മിനിറ്റുകൾ മതിയെന്ന് അവന് മനസ്സിലായി. ഹരി അവളുടെ മുഖം അവന്റെ നേരെയാക്കിക്കൊണ്ട് അവളുടെ ചുണ്ടിലേക്ക് അവന്റെ ചുണ്ടുകൾ മുട്ടിച്ചു. ആ ഒരൊറ്റ സെക്കൻഡ് തട്ടിയില്ലെന്ന പോലെ അമർന്നതും ആരോ ഡോറിൽ തട്ടി. പെണ്ണ് കാണാൻ വന്നതാണെന്നും 1-2 മിനിറ്റ് സംസാരിക്കാൻ വന്നതാണെന്നുമുള്ള ബോധം അവന്റെ തലച്ചോറിലേക്ക് വന്നത് ആ നിമിഷമാണ്. ഹരി ചാടിപ്പിടഞ്ഞ് എഴുന്നേൽക്കാൻ തുടങ്ങിയതും റോഷ്നി അതിന് സമ്മതിക്കാതെ അവനെ അവളുടെ മുകളിൽ തന്നെ കിടത്തി. തരാൻ വിചാരിച്ച് തന്നിട്ട് പോയാൽ മതി. കണ്ണു കൂർപ്പിച്ചുകൊണ്ട് റോഷ്നി പറഞ്ഞതും ഹരി അവളെ നെറ്റിയിൽ അമർത്തി ഒരു ഉമ്മ കൊടുത്തു. തരാൻ വിചാരിച്ച സ്ഥലത്തിപ്പോ തരാൻ പറ്റില്ല. അത് എന്നും ഓർത്തിരിക്കേണ്ടേ. അത്ര ഫീലോടെ പിന്നെ ഒരിക്കൽ തരാം. ഇപ്പൊ പോയി ഡ്രസ്സ് മാറ്റി വാ. ഇത്ര നേരമൊക്കെ റൂമിലിരിക്കുന്നത് മോശമല്ലേ?
അതും പറഞ്ഞിട്ട് ഒരൊറ്റ ഉമ്മയിൽ ഒതുക്കിക്കൊണ്ട് അവൻ എഴുന്നേറ്റും. റോഷ്നി 1 മിനിറ്റ് അങ്ങനെ കിടന്ന ശേഷം ഷെൽഫ് തുറന്ന് ഒരു ഡ്രസ്സ് എടുത്തിട്ട് ഡ്രസ്സിംഗ് റൂമിൽ കയറി വാതിലടച്ചു. ഹരി മുടിയൊന്ന് ഒതുക്കി ഷർട്ടൊന്ന് നേരെയാക്കി മുഖം അമർത്തി തുടച്ചിട്ട് മുന്നോട്ട് നടന്നു. നിലത്ത് കിടന്ന സാരി എടുത്ത് ടേബിൾ വെച്ച ശേഷം അവൻ പോയി വാതിൽ തുറന്നു. ഹോ, നീയായിരുന്നോ? ഞാൻ പേടിച്ചു. വാതിൽ തുറന്നതും മുന്നിൽ നിൽക്കുന്ന ലച്ചുവിനെ നോക്കി പറഞ്ഞിട്ട് അവൻ തിരിഞ്ഞു നടന്നു. അതെന്താ പേടിക്കാൻ മാത്രം? റയാൻഷിന്റെ ശബ്ദം കേട്ടപ്പോൾ അവൻ തിരിഞ്ഞു നോക്കി. ലച്ചുവിന്റെ റൂമിലേക്ക് കയറി അവൻ വാതിലടച്ചു. ചുമ്മാ, ഇത്ര സമയമായില്ലേ? ആരാകും എന്നൊരു ടെൻഷൻ, നിങ്ങളൊക്കെ എന്ത് കരുതും എന്നൊരു പേടി. ഹരി ചീച്ചയുടെ പറയുമ്പോൾ ലച്ചു ആ റൂം ചുറ്റും ഒന്ന് നോക്കി. വിരിപ്പ് അലങ്കോലമായി കിടക്കുന്നു. തലയിണ നിലത്ത് കിടക്കുന്നുണ്ട്. മടക്കി വെച്ച പുതപ്പ് പകുതി ബെഡിലും പകുതി നിലത്തും. നേരത്തെ റോഷ്നി ഇട്ടുന്ന സാരി ടേബിളിലും. ലച്ചുവിന്റെ കണ്ണുകൾ ഹരിയിലേക്ക് നീണ്ടു. അവന്റെ നോട്ടം റൂം മൊത്തം നോക്കുന്ന ലച്ചുവിലായിരുന്നു. ഇവന്റെ പെങ്ങളുടെ സ്വഭാവം വെച്ച് ഇവിടെ എന്ത് നടക്കുമെന്ന് നിനക്ക് ഊഹിക്കാമല്ലോ. ഹരി റയാൻഷിനെ നോക്കി പറയുമ്പോൾ ലച്ചു ചീരിയുടെ തല കുലുക്കി. അപ്പോഴേക്കും ഡ്രസ്സിംഗ് റൂമിൽ നിന്നും സാരി മാറ്റി റോഷ്നി ഇറങ്ങി. റോഷ്നി പുറത്തേക്ക് ഇറങ്ങിയതും സെറ്റിലിരിക്കുന്ന റയാൻഷിനെയും ഹരിയുടെ അടുത്ത് നിൽക്കുന്ന ലച്ചുവിനെയും നോക്കി. ഞങ്ങളെ കാണാഞ്ഞിട്ട് വന്നതാണോ? നെറ്റിയിൽ ഒട്ടച്ച പൊട്ട് വലത്തെ കൈകളുടെ നുള്ളി പറിച്ചെടുത്തുകൊണ്ടാണ് ചോദ്യം. അമ്മ നിങ്ങളെ വിളിക്കാൻ വരുമായിരുന്നു. കിച്ചുവേണ്ണ തടഞ്ഞത്. ആ ചെറുക്കിന് ജീവനുണ്ടാവും. ഞങ്ങൾ പോയി നോക്കാമെന്നും പറഞ്ഞ് നിന്റെ ഏട്ടൻ. ലച്ചു ചിരിയുടെ പറയുമ്പോൾ റോഷ്നി റയാൻഷിനെ നോക്കി കണ്ണു കൂർപ്പിച്ചു. അത്രയ്ക്കൊക്കെ വേണോ? വേണം വേണം. നിന്റെ ദേഷ്യത്തിൽ നീ വലതും ചെയ്താൽ ചെറുക്കന് ജീവൻ പോകും. റയാൻഷ് ഹരി മൊത്തത്തിൽ നോക്കിക്കൊണ്ട് പറഞ്ഞതും ഹരി ചുണ്ടുകൂട്ടി. പിന്നെ നീ അങ്ങനെ എന്നെ നിസ്സാരക്കാരനാക്കലേ. നിന്റെ പെങ്ങളുടെ വാശിക്കും ദേഷ്യത്തിനിപ്പം നിൽക്കാൻ പറ്റിയില്ലെങ്കിലും അവളെ ഒതുക്കി പിടിച്ച് കയ്യിലാക്കാനുള്ള ആരോഗ്യമൊക്കെ എനിക്കുണ്ട്. മതി, അത് മതി, ധാരാളം. അതും പറഞ്ഞിട്ട് റയാൻഷ് ഇരുന്നിടത്തൊന്നും എഴുന്നേറ്റു. ഇനി മതി ഇവിടെ നിന്ന്, താഴേക്ക് പോവാം. കുറെ സമയമായില്ലേ വന്നിട്ട്. അവർക്ക് എന്ത് കരുതും? എന്ത് കരുതാൻ? അവരെന്തെങ്കിലും കരുതിക്കോട്ടെ. അതൊന്നും നമ്മൾ നോക്കണ്ട. നമ്മുടെ കല്യാണം ഉറപ്പിച്ചില്ലേ? ഇനി ഞങ്ങൾക്ക് എന്തുമാവാം അല്ലേ? ലച്ചു റോഷ്നിയുടെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ റോഷ്നി അതിനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. അവസാനത്തെ ചോദ്യം ഹരി നോക്കി ചോദിക്കുകയും ചെയ്തു. അവരൊന്നും മിണ്ടിയില്ല. അളിയനും പെങ്ങളും നിൽക്കുമ്പോൾ അതിങ്ങനെ ഒരു മറുപടി കൊടുക്കും. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഉറപ്പിച്ച കല്യാണങ്ങൾ എത്ര മുടങ്ങുന്നുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് ആങ്ങളമാര് വന്ന് കെട്ടിയ പെണ്ണിനെ വിളിച്ചിറക്കി കൊണ്ടുപോകുന്നില്ലേ? റയാൻഷ് ഹരി ഒന്ന് പാളി നോക്കി പറയുമ്പോൾ ഹരി പല്ല് കടിച്ചു. അവനിട്ട് കുത്തിയതാണ്. പെങ്ങന്മാരെ കിട്ടുന്നവനും അവന്റെ കുടുംബവും നല്ലതല്ലെങ്കിൽ അങ്ങനെയൊക്കെ നടക്കും, സ്വാഭാവികം. ഞാനും എന്റെ കുടുംബവും നല്ലതായതുകൊണ്ട് എനിക്ക് ആ പേടിയില്ല. പിന്നെ നീ നിന്റെ കുടുംബവും എന്നെ കൊണ്ട് കൂടുതലും പറയിപ്പിക്കരുത്. മരിച്ചു പോയവരെ കുറിച്ച് മോശം പറയരുതല്ലോ എന്ന് കരുതി മാത്രം ഞാൻ മിണ്ടുന്നില്ല. റയാൻഷ് ഹരിയെ നോക്കി ദേഷ്യം മടക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു. റോഷ്നി ലച്ചും പരസ്പരം നോക്കി. എന്തോ അവിടെ വാക്കുകളൊക്കെ കൈവിട്ട് പോകുന്നുണ്ടോ എന്നൊരു സംശയം. നീ മിണ്ടണ്ടടാ, നീ എന്താ പറയുന്നത് കേൾക്കട്ടെ. ഹരി റയാൻഷിന്റെ അടുത്തേക്ക് വന്ന് അവന്റെ മുഖത്തിന് നേരെ അവന്റെ മുഖം കൊണ്ടുവന്നുകൊണ്ട് ചോദിച്ചു. റോഷ്നി ലച്ചും വേഗം അവിടെ അടുത്തേക്ക് വന്നു. ഹരി, നിനക്ക് എന്തിന്റെ കേടാ? മിണ്ടാതിരുന്നേ. ഹരിയുടെ കയ്യിൽ പിടിച്ച പെന്നിലേക്ക് വലിച്ചുകൊണ്ട് റോഷ്നി പറഞ്ഞു. നീ നിന്റെ ഏട്ടന്റെ വാടപ്പിച്ചാൽ മതി, എന്റെ വാടപ്പിക്കാൻ നോക്കണ്ട. വലത്ത കയ്യിൽ പിടിച്ച റോഷ്നിയുടെ കൈ വിടുവിച്ചുകൊണ്ട് ഹരി അവളെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞതും റോഷ്നി ദേഷ്യത്തിൽ അവനെ നോക്കി. റയാൻഷ് മുഖം ചേരിച്ചുകൊണ്ട് അവന്റെ കയ്യിൽ മുറുക്കെ പിടിച്ച ലച്ചുവിന്റെ മുഖത്തേക്ക് നോക്കി. കണ്ണു നിറച്ച് പേടിയോടെ നിൽക്കുന്നുണ്ട്. റോഷ്നി ഹരിയോട് പറഞ്ഞ പോലെ പറഞ്ഞാൽ ഹരി അവളോട് തിരിച്ചു പറഞ്ഞ പോലെ അവളോട് റയാൻഷും പറയുമോ എന്നൊരു പേടിയിലൊന്നും മിണ്ടാതെ നിൽക്കുകയാണ്. പേടിച്ചോ? ലച്ചുവിന്റെ മുഖത്തേക്ക് നോക്കി റയാൻഷ് സൗമ്യമായി ചോദിച്ചതും ലച്ചുവിന്റെ നിറഞ്ഞ കണ്ണിൽ നിന്നും ഒരു തുള്ളി അവളുടെ കവളിലേക്ക് വീണു. റയാൻഷ് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു. ലച്ചുവും അവന്റെ നെഞ്ചിലേക്ക് ചാരി. ഞങ്ങൾ അങ്ങനെ എന്തൊക്കെ പറയും, നിങ്ങളത് കാര്യാക്കിയോ? ലച്ചുവിന്റെ കണ്ണീർ തുടച്ചു കൊടുത്തുകൊണ്ട് റയാൻഷ് പറഞ്ഞു. ഹരി ഒരു ചിരിയോടെ ലച്ചുവിനെ തലയിൽ തലോടി. ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ തീർക്കില്ലേ? ഹരി ലച്ചുവിന്റെ കയ്യിൽ പിടിച്ച് അവന്റെ അടുത്തേക്ക് നീക്കി നിർത്താൻ നോക്കിക്കൊണ്ട് പറയുമ്പോൾ റയാൻഷ് അതിന് സമ്മതിക്കാതെ അവന്റെ നെഞ്ചിലേക്ക് തന്നെ അടക്കി പിടിച്ചു. നീ അവിടെ സമാധാനിച്ചാൽ മതി, ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം. മുഖം കയറ്റി പിടിച്ചുകൊണ്ട് രണ്ടുപേരെയും മാറി മാറി നോക്കുന്ന റോഷ്നി നോക്കി റയാൻഷ് പറയുമ്പോൾ ഹരി ദയനീയമായി അവളെ ഒന്ന് നോക്കി. റോഷ്നി ഹരിയെ തുറച്ചു നോക്കി. ഞങ്ങൾ പോവാ, വേഗം താഴേക്ക് വാ. അതും പറഞ്ഞുകൊണ്ട് റയാൻഷ് ലച്ചുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ഓരോന്നും പറയുന്നതാണ്, അല്ലാതെ മനസ്സിലൊന്നും ഉണ്ടായിട്ട് പറയുന്നതല്ല. പക്ഷെ കേൾക്കുന്നവർ അതിനെ അങ്ങനെ കാണുന്നില്ല. റയാൻഷും ലച്ചുവും പുറത്തേക്ക് പോയതും ഹരി റോഷ്നിയെ നോക്കി ചിരിച്ചുകൊണ്ട് തലയാട്ടിക്കൊണ്ട് അവരുടെ പിന്നാലെ നടന്നു. ഇല്ല, നടന്നില്ല. നടക്കാൻ നോക്കി. അതിനു മുൻപ് പിടി വീണു. ഹരി മുഖം ചിരിച്ച് റോഷ്നിയെ നോക്കിയപ്പോൾ അവൾ വാതിലടിച്ച് അതിലേക്ക് ചാരി കൈ കെട്ടി നിന്നു. ഞാൻ ചുമ്മാ ഒരു
ഒറിജിനാലിറ്റിക്ക്. ഹരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. റോഷ്നി കൈ അയച്ച് അവൻ്റെ അടുത്തേക്ക് നടന്നു. ഞാൻ ആരാ? റോഷ്നി. അതല്ല, നിന്റെ ആരാ? അവൻ്റെ മുന്നിൽ വന്നെന്ന് അവൻ്റെ നെഞ്ചിൽ ചൂണ്ടുവിരൽ കൊണ്ട് കൊത്തിക്കൊണ്ടാണ് ചോദിച്ചത്. അവൻ ആ വിരൽ പിടിച്ചെടുത്തു. നീ എൻ്റെ കുഞ്ഞിപ്പണ്. ഹരി ആ വിരൽ പിടിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് അവളെ വലിച്ചിട്ടുകൊണ്ടാണ് പറഞ്ഞത്. റോഷ്നിയുടെ ചുണ്ടിൽ ഒരു ചെറു ചിരി വിരിയാൻ വന്നെങ്കിലും അവളത് പുറത്തേക്ക് എടുത്തില്ല, അമർത്തി പിടിച്ചു. ഞാൻ അവളെന്തോ പറയാൻ തുടങ്ങിയതും അതിന് സമ്മതിക്കാതെ അവളെ ഇടുപ്പിലൂടെ കൈയിട്ട് അവനിലേക്ക് അമർത്തി. റോഷ്നിയുടെ ചുണ്ടിലേക്ക് ചുണ്ടും മുട്ടിക്കലും കഴിഞ്ഞിരുന്നു. പ്രതീക്ഷിക്കാതെയുള്ള അവൻ്റെ ആ പ്രവൃത്തിയിൽ റോഷ്നി എന്നും കുറുകിക്കൊണ്ട് അവനോട് ഒട്ടി നിന്നും. അപ്പം അവൻ്റെ ഷർട്ടിൽ അള്ളിപ്പിടിച്ചുകൊണ്ട് അവൻ്റെ വായ്ക്കകത്തേക്ക് അവളെ ചുണ്ടിനെ തള്ളിക്കൊടുത്തു. ഹരി റോഷ്നിയുടെ മേൽച്ചുണ്ടിനെ നുണഞ്ഞു വലിക്കുമ്പോൾ റോഷ്നി അവൻ്റെ കീഴ്ചുണ്ടിനെ നുണഞ്ഞു വലിച്ചു. അവൻ്റെ മീശയും താടിയും എവിടേക്കോ കുത്തിക്കയറുന്ന പോലെ, ഇക്കിളി എടുക്കുന്ന പോലെ. ഇടയ്ക്കെപ്പോൾ ഹരി അവളെ വാതിലേക്ക് ചാരി നിർത്തി. അവളുടെ മുകളിലേക്ക് അവൻ അമർന്നു നിന്നു. അപ്പോഴും രണ്ടുപേരും അവളുടെ ചുണ്ടുകൾ വലിച്ചുകൊണ്ടിരുന്നു. ഫോണിൽ മിസ് കോൾ വന്ന ശബ്ദം കേട്ടതും രണ്ടുപേരും ഒരുപോലെ ആകുന്നു. അളിയനാകും വാ. വലത്തെ കൈ ഉയർത്തി അവളുടെ ചുണ്ടും പിന്നെ അവൻ്റെ ചുണ്ടും തുടച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ ഹരി പറഞ്ഞു. പോവണ്ട. ഒരു ചിടുങ്ങലോടെ റോഷ്നിയുടെ ഹരിയുടെ നെഞ്ചിലേക്ക് കൊട്ടി. അവനൊരു ചീയുടെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോക്കറ്റിൽ നിന്ന് ഫോൺ ഇട്ടു. റയാൻഷ് തന്നെയാണ്. അവരെ വിളിക്കാൻ വന്നവർ താഴെ എത്തിയിട്ടും അവർ എത്തിയില്ലെങ്കിൽ അത് മോശമല്ലേ? പിന്നെ വരാം, ഇപ്പം നമുക്ക് പോവാം. അവർക്ക് എന്ത് കരുതും? കുറേ നേരം ആയില്ലേ? ഹരി അവളുടെ മുടിയിൽ തഴുകി സ്നേഹത്തോടെ പറയുമ്പോൾ റോഷ്നി അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ ആ മൂക്കിൻ്റെ തുമ്പിൽ ഒരു ഉമ്മ കൊടുത്തു. റോഷ്നി ചിരിച്ചു. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അതും പറഞ്ഞുകൊണ്ട് അവൻ്റെ കവളിൽ റോഷ്നിയെ അമർത്തി മുത്തി. ഹരി ചീറ്റോടെ തിരിച്ചും അവളുടെ കവളിൽ ഒരു ഉമ്മ കൊടുത്തു. പോവാം. ഹരി ചോദിക്കുമ്പോൾ റോഷ്നി തല കുലുക്കി. വാതിൽ തുറന്ന് രണ്ടുപേരും പുറത്തേക്കിറങ്ങി. അവരെ കാത്ത് റൂമിൻ്റെ പുറത്ത് ലച്ചും റയാൻഷും ഉണ്ടായിരുന്നു. പോയില്ലേ? അവരെ കണ്ടും റോഷ്നി ചോദിച്ചു. നിങ്ങളെ വിളിക്കാൻ വന്നതല്ലേ, നിങ്ങളില്ലാതെ എങ്ങനെ പോകും? ലച്ചു ഹരിയുടെ കയ്യിൽ ചുറ്റി പിടിച്ചു നിൽക്കുന്നവളെ അവളുടെ അടുത്തേക്ക് വലിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. ഹരിയും റയാൻഷും ചിരിയോടെ അവരുടെ പിന്നാലെയും. സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന 4 പേരിലുമായിരുന്നു ഹാളിലിരിക്കുന്ന എല്ലാവരുടെയും കണ്ണുകൾ. ആദ്യം ലച്ചും റോഷ്നിയും, പിന്നാലെ ഹരിയും റയാൻഷും. അങ്ങനെയാണ് ഇറങ്ങി വന്നത്. റോഷ്നി അടുത്തേക്ക് വന്നതും സുഭദ്ര അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അടുത്തേക്ക് നിർത്തി. അപ്പം കണ്ണോട്ടി ഒന്ന് നോക്കി പേടിപ്പിക്കുകയും ചെയ്തു. സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ആ ചെറുക്കനെ വലിച്ചുകൊണ്ട് പോയിട്ട് 45 മിനിറ്റ് കഴിഞ്ഞു. ആരെങ്കിലും പെണ്ണ് കണ്ടന്റെ അന്ന് ഇത്ര സമയം സംസാരിക്കോ? അതിൻ്റെ ഒപ്പം ഇട്ടിട്ട് പോയ വസ്ത്രമല്ല തിരിച്ചു വരുമ്പോൾ. നിന്നോട് ആരാ സാരി മാറ്റാൻ പറഞ്ഞത്? കണ്ണുരുട്ടലൊന്നും ഏൽക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ സുഭദ്ര അടക്കി പിടിച്ച ശബ്ദത്തിൽ അവൾക്ക് കേൾക്കാൻ മാത്രം പാകത്തിൽ ചോദിച്ചു. അതിന് നടക്കാൻ പറ്റണ്ടേ? ചെറുക്കൻ കാണാൻ വേണ്ടിയിട്ടല്ലേ കൊടുത്തത്? ചെറുക്കൻ കണ്ടപ്പോ അഴിച്ചു കളഞ്ഞു. റോഷ്നി ഒരു കുലുക്കവും ഇല്ലാതെ പറയുമ്പോൾ സുഭദ്ര അവളെ അടിമുടി ഒന്ന് നോക്കി. സാരി മാറ്റുമ്പോൾ അവർ റൂമിലുണ്ടായിരുന്നില്ലേ? ആ ഉണ്ടായിരുന്നു എന്ന് കരുതി ഞാൻ ഹരിയുടെ മുന്നിൽ നിന്നുമല്ല ഡ്രസ്സ് മാറ്റിയത്, ഡ്രസ്സിംഗ് റൂമിൽ പോയിട്ടാണ് മാറ്റിയത്. റോഷ്നി സുഭദ്രയെ നോക്കി പറയുമ്പോൾ ഇതിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന പോലെ അവർ അവളിൽ നിന്ന് മുഖം തിരിച്ചു. അപ്പോഴേക്കും റയാൻഷും ഹരിയും ലച്ചുവും സെറ്റിയിലേക്ക് ഇരുന്നിരുന്നു. അവർക്ക് അടുത്തേക്ക് പോയി ഇരിക്കണമെന്നുണ്ടെങ്കിലും സുഭദ്ര കയ്യിലെ പിടിവിടാത്തത് കൊണ്ട് റോഷ്നി നിന്നിട്ട് തന്നെ നിന്നു. അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമുക്കിത് ഉറപ്പിക്കാം അല്ലേ ഹരി? മുത്തച്ഛൻ ഹരി നോക്കി ചോദിക്കുമ്പോൾ അവൻ ചീരയുടെ തല കുലുക്കി കാണിച്ചു. എന്നാൽ ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിയിട്ട് വിളിച്ചു പറയാം. ദേവേന്ദ്രൻ പറയുമ്പോൾ എല്ലാവരും അത് ശരിവെച്ചു. പിന്നെ ഒരു ചർച്ചയിലേക്ക് കടക്കാതെ എല്ലാവരും പോവാനായി എഴുന്നേറ്റു. സെറ്റിൽ നിന്നും എഴുന്നേൽക്കുമ്പോൾ ഹരിയുടെ നട്ടം അപ്പച്ചിയിലേക്ക് നീട്ടും. അവൻ നോക്കുന്ന കണത്തും അവരൊരു ഉണ്ടാക്കി ചിരിച്ചു കൊടുത്തു. ഹരി എന്നാൽ ചിരി ഉണ്ടാക്കാനും വരുത്താനൊന്നും പോയില്ല. അവർ നോക്കിയ ശേഷം നോട്ടം മാറ്റി. ഹരി ഇറങ്ങാൻ നേരം റോഷ്നി ഒന്ന് നോക്കി തലയാട്ടി. അവൾ എന്താണ് അടുത്തേക്ക് വരാത്തത് എന്നൊരു ചിന്ത അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. സുഭദ്ര പിടിച്ച് അവളുടെ കൈ കണ്ടപ്പോൾ അവന് ചിരി വന്നു. പോയിട്ട് വരാം. സുഭദ്രയെ നോക്കി ചിരിയുടെ അവൻ പറയുമ്പോൾ സുഭദ്ര ഒത്തിരി ഇഷ്ടത്തോടെ തല കുലുക്കി കാണിച്ചു. അപ്പം പോയിട്ട് വാ എന്നൊരു പറച്ചിലും. ഹരിയുടെ നോട്ടം റയാൻഷിലേക്ക് നീണ്ടു. കൈ നീട്ടി കാണിച്ചതും റയാൻഷ് ആ കൈയിൽ പിടിച്ചു കുലുക്കി. അതുപോലെ രുത്തനും കൈ കൊടുത്തു. ദേവേന്ദ്രനെ നോക്കി ഹരി ചിരിച്ചപ്പോൾ അദ്ദേഹം മുന്നോട്ട് വന്ന് അവനെ മുറുക്ക പോണായിരുന്നു. ഹരിയുടെ കണ്ണും മനസ്സും ഒരുപോലെ നിറഞ്ഞു. ആരൊക്കെയോ കൂടെ ഉണ്ടെന്നുള്ള ഒരു തോന്നൽ. ദേവേന്ദ്രന് മടർന്നു മാറിയ ഹരി ലച്ചുവിനെ നോക്കി കണ്ണും നിറച്ചുകൊണ്ട് ഒരു ചീറ്റോടെ നിൽക്കുന്നുണ്ട്. നീ ഇനി അങ്ങോട്ടില്ലല്ലോ? ഹരിയുടെ ചോദ്യം അവൾ നോക്കിയത് റയാൻഷിനെയാണ്. അവനില്ലെന്ന് കാണിച്ചതും അവൾ ഹരിയുടെ നേരെ നോക്കി. റയാൻഷിന്റെ തലയാട്ടൽ അവനും കണ്ടിരുന്നു. അതുകൊണ്ട് ഹരി പിന്നൊന്നും ചോദിച്ചില്ല. ലച്ചുവിന്റെ അടുത്തേക്ക് വന്നു. രണ്ടുപേരും ഒന്ന് പിണർന്നു. ഹരിയുള്ള നെറ്റിൽ അമർത്തി ഒരു ഉമ്മ കൊടുത്തു. ലച്ചു അവന്റെ നെഞ്ചിൽ നാകുന്ന് അവന്റെ മുഖത്തേക്ക് നോക്കി. കല്യാണം കഴിഞ്ഞിട്ട് അധികവും അവന്റെ ഒപ്പം വീട്ടിൽ തന്നെയായിരുന്നു. എന്നിട്ടും തികയാത്ത പോലെ അവനെ ഒറ്റയ്ക്കാക്കാനുള്ള സങ്കടം. ലച്ചു ഹരിയിൽ നിന്നും ആകുന്നതും എന്നെയും കെട്ടിപ്പിടിക്കണം, എന്നെയും ഉമ്മ വെക്കണം,
എനിക്കും യാത്ര പറയണം എന്നൊരു ചിന്തയിൽ റോഷ്നി ഹരിയുടെ അടുത്തേക്ക് നടന്നു. അവന്റെ അടുത്തേക്ക് എത്തുന്നതിന് മുൻപ് സുഭദ്ര അവളുടെ കൈ പിടിച്ചു വലിച്ചിരുന്നു. ശോ, അമ്മയ്ക്ക് എന്താ? റോഷ്നിയുടെ ശബ്ദം വല്ലാതെ കടുത്തുപോയി. എല്ലാടയും നോട്ടം അവരിലേക്ക് ആയതുകൊണ്ട് മാത്രം സുഭദ്ര ഒന്നും മിണ്ടിയില്ല. ഹരി റോഷ്നിയെ ഒന്ന് നോക്കി. സുഭദ്രയെ നോക്കി പേടിപ്പിച്ച ശേഷം അവളും അവന്റെ മുഖത്തേക്ക് നോക്കി. പോയിട്ട് വരാം, തലയെന്ന് കുലുക്കിക്കൊണ്ട് പറഞ്ഞ ശേഷം അവൻ മുറ്റത്തേക്ക് ഇറങ്ങി. റോഷ്നി ഒന്നുകൂടെ മുന്നിലേക്ക് വന്ന് സ്റ്റെപ്പിലായി നിന്നു. അവന്റെ അടുത്തേക്ക് ചെല്ലാനൊന്നും നിന്നില്ല. പക്ഷെ അവന്റെ കൂടെ പോവാൻ കൊതിക്കുന്ന മനസ്സിനെ അടക്കി ഒതുക്കി പിടിച്ചു. അവന്റെ കാർ കണ്ണിൽ നിന്നും മറിഞ്ഞതും അവൾക്ക് സങ്കടം വന്നു. പെണ്ണ് കണ്ട് പോയിട്ടിങ്ങനെ, ഈ കോലത്തിൽ നിശ്ചയം കഴിഞ്ഞാൽ എന്താകും? നിശ്ചയം കഴിയാതെ നേരെ കല്യാണം നടത്തിയാലോ? പക്ഷെ ആരോട് പറയും? ആരോട് പറഞ്ഞാൽ എന്താ? എന്റെ കാര്യം നടക്കണമെങ്കിൽ ഞാൻ തന്നെ ഇറങ്ങി തിരിക്കണ്ടേ? അവന്റെ കൂടെ പോവണോ? തോളിലൊരു കൈ അമർന്നതിനൊപ്പം രുത്തന്റെ ശബ്ദവും അവൾ കേട്ടു. റോഷ്നി ഗേറ്റിൽ നിന്ന് കണ്ണുകൾ മാറ്റി രുത്തനെയും അവനൊപ്പം നിൽക്കുന്ന അഞ്ജുവിനെയും നോക്കി. ശേഷം അവൾക്കിപ്പുറം നിൽക്കുന്ന ലച്ചുവിനെയും റയേഷിനെയും നോക്കി. ബാക്കിയുള്ളവരൊക്കെ അകത്തേക്ക് പോയിട്ടുണ്ടെന്ന് തോന്നും, കാണാനില്ല. നമുക്ക് നേരെ കല്യാണം നടത്തിയാലോ? രുദ്രൻ ചോദിച്ചതിനൊരു മറുപടി പ്രതീക്ഷിച്ച് നിന്നിരുന്ന 4 പേരും അവളുടെ അഭിപ്രായം ചോദിക്കൽ ശരിക്കും ഞെട്ടി. ആദ്യം ചിരിച്ചത് അഞ്ജുവാണ്. ചിരി ഒതുക്കി പിടിക്കാൻ നോക്കിയിട്ടും അവൾക്കതിന് കഴിയുന്നില്ല. ഇതിലിപ്പോ എന്തോന്ന് ഇത്ര ചിരിക്കാൻ എന്നതുപോലെ റോഷ്നി അഞ്ജുവിനെ തുറച്ചു നോക്കി. അവളുടെ നോട്ടം കണ്ടപ്പോൾ അഞ്ജു ചിരി നിർത്തി. മറ്റുള്ളവരുടെ ചുണ്ടിലും ഉണ്ടായിരുന്നു ഒരു ചെറു ചിരി. അതൊന്നും നടക്കില്ല കുഞ്ഞെ. അവന്റെ അച്ഛനും അമ്മയും മരിച്ചിട്ട് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. 1 വർഷമേലും കഴിയാതെ അവൻ എങ്ങനെ ഒരു കല്യാണത്തിന് സമ്മതിക്കും? നമുക്ക് നിശ്ചയം നടത്താം, ബാക്കിയൊക്കെ പിന്നെ. രുദ്രൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ റോഷ്നി നോക്കിയത് റയാൻഷിനെയാണ്. രുദ്രന്റെ സംസാരം കേട്ട് നിൽക്കുകയാണ്. കല്യാണം കഴിക്കാനോ ഒരു കുടുംബിനി ആവാനോ കൊതിയുണ്ടായിട്ടൊന്നുമല്ല. ഹരി അവിടെ ഒറ്റയ്ക്കല്ലേ, പാവം തോന്നിയിട്ടാ. റയാൻഷിനെ നോക്കിയാണ് അത് പറഞ്ഞത്. അവൻ നോക്കിയതാ ഹരിയുടെ പെങ്ങളുടെ മുഖത്തേക്കാണ്. ആ വാക്കിൽ അവളുടെ മുഖം ഒന്ന് വാടിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. പെണ്ണ് കണ്ട് പോയിട്ടില്ലേളൂ, ഇനി സമയമുണ്ട്. റോഷ്നി നോക്കി ഗൗരവത്തിൽ പറഞ്ഞിട്ട് ലച്ചുൻ തോളിലൊക്കെയായിട്ട് അവനകത്തേക്ക് നടന്നു. പിന്നാലെ മുഖവും വിറപ്പിച്ചുകൊണ്ട് തോളിലിരുന്ന രുത്തന്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് റോഷ്നിയും അകത്തേക്ക് നടന്നു. ഇവൾക്കിത് എന്തിന്റെ കേടാ? കല്യാണമൊക്കെ എടിപിടിയെന്ന് നടത്താൻ പറ്റോ? ആ ചെറുക്കനില്ലാത്ത ധൃതിയാണല്ലോ ഇവൾക്ക്. അവരെല്ലാവരും അകത്തേക്ക് പോയപ്പോൾ അഞ്ജു ചോടിയോടെ പറഞ്ഞു. രുദ്രൻ അതിനൊന്ന് ചിരിച്ചു. അവന് ധൃതി ഉണ്ടോന്ന് നമുക്കറിയില്ലല്ലോ. അവളുടെ മനസ്സിലുള്ളത് നമ്മളോട് പറഞ്ഞു. അതുപോലെ അവൻ പറഞ്ഞിട്ടില്ലല്ലോ. ഉള്ളിൽ കാണാം, ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ നിൽക്കുന്നതിന്റെ ബുദ്ധിമുട്ട് നമ്മൾ അറിഞ്ഞിട്ടില്ലല്ലോ. അതറിയുമ്പോഴേ അവിടെ വേദന നമുക്ക് മനസ്സിലാകും. രുദ്രൻ അങ്ങനെ പറഞ്ഞപ്പോൾ അഞ്ജുവും അതിനെക്കുറിച്ച് ആലോചിച്ചു. ഈ വീട്ടിൽ രുദ്രൻ ഒറ്റയ്ക്ക് താമസിക്കുന്നത് അവൾ ഓർത്തു. അവനേക്കാൾ സമാധാനക്കേട് അവക്കാവില്ലേ? ആവും. അതുപോലെ തന്നെയാണ് റോഷ്നിയും ചിന്തിക്കുന്നതെന്ന് തോന്നിയപ്പോൾ നേരത്തെ പറഞ്ഞതൊക്കെ അവൾ മനസ്സിൽ നിന്ന് കളഞ്ഞു.